മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരമാണ്. സബ്ജക്ട് പ്ലസ് ഈസാറാം പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഗവൺമെന്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നാണ്. 10 വർഷം ഭരിച്ച LDFന്റെ MLA-മാര് 1 രൂപ പോലും അവര് സംസ്ഥാന ബജറ്റിൽ അവർ മാറ്റിവെച്ചില്ല. നമ്മളൊരു 20 വർഷം പിന്നിലാണ്. രണ്ടാംഘട്ട റോഡ് മുഴുവൻ ഒരു മഴയിൽ തന്നെ ഒലിച്ചുപോയി. നമസ്കാരം. നമ്മുടെ ഇലക്ഷന്റെ ചൂടിൽ നിൽക്കുന്നതാണ് സാറിന്. തിരക്കിന്റെ ഇടയിൽ കൂടി ഇത്തിരി അടുത്തേക്ക് പിടിച്ചിരുത്തേക്കാണ്. അപ്പൊ സാർ ഇപ്പൊ ശരിക്കും കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് മുളവുകാട്. അതുപോലെ വൈപ്പിൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ആക്ച്വലി മജി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച സാറാണ്. ഈ സാറ് പറയുമ്പോ എനിക്കെന്നല്ല എന്റെയൊക്കെ ബാച്ചിൽ നടക്കും ഫസ്റ്റ് ഓർമ്മ വരുന്നത് സബ്ജക്ട് പ്ലസ് ഈസാറാം പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഇംഗ്ലീഷിന്റെ ബേസിക് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ വെച്ച് നടന്നു സാറാണ്. അപ്പൊ സാറ് അങ്ങനെ വിദ്യാഭ്യാസങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നതിന് ശേഷം സാറിനോട് ഇത്തിരി രാഷ്ട്രീയം പറയാൻ അവസരം ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ സാർ, ഞാൻ നേരിട്ട് ചോദ്യത്തിലോട്ട് കിടക്കാൻ പോണ്. മുളവുകാട് റോഡ് 2004 നമ്മുടെ ഈ പാലങ്കോട് അതിനുശേഷം 2026 ആകേണ്ടി വന്നു ഈ റോഡ് പണിയാനായിട്ട്. എന്താണ് ഇത് ഇത്ര നീണ്ടുപോകാനുള്ള കാരണം? എനിക്ക് നമ്മുടെ മുളവുകാടിനെ പറ്റി പറയുമ്പോൾ, മുളവുകാട് റോഡിനെ പറ്റി പറയുമ്പോൾ 2004 നമ്മൾ ഗോശ്രീ പാലം വന്നത്. അതിനുശേഷം നമ്മൾ സ്ഥലമെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പൊ അക്വയർ ചെയ്യുക ആ സിസ്റ്റം അല്ലായിരുന്നു. മറ്റേ നമ്മള് NH-ലൊക്കെ എടുക്കുന്ന നാഷണൽ ഹൈവേയിലൊക്കെ എടുക്കുന്നത് പോലെ ഭൂമി ഏറ്റെടുത്തു സർക്കാർ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വില ഒരു ശരാശരി വില നിശ്ചയിച്ചുകൊണ്ട് ഭൂമിയുടെ കണ്ട് സംസാരിച്ച് ഒരു നിശ്ചിത വില കൊടുക്കുകയാണ്. അപ്പൊ ആ ഭൂമി 300 ശിഷ്ടത്തോളം ആളുകളുടെ ഭൂമിയാണ് നമുക്ക് വിട്ട് കിട്ടിയത്. ഇതിന്റെ ഫണ്ട് മുഴുവൻ ജിഡയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് 2004 പാലം വന്നപ്പോഴും നമ്മുടെ ഇവിടുത്തെ സ്ഥലമെടുപ്പൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ 20 വർഷം നമ്മളുടെ LDF ആയിരുന്നു വൈപ്പിൻ മണ്ഡലത്തിലെ MLA ആയിട്ട്. അപ്പൊ അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത് ഗോശ്രീ ഡെവലപ്മെന്റ് ജിഡയാണ്. ഇപ്പൊ ജിഡയിൽ അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന ആളുകളല്ല. നമ്മുടെ UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നു. പക്ഷെ ഇവര് ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ 2000 മുതൽ 2010 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജിഡയിലെ ഇവിടെയുള്ള 8 പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ ഇതിൽ അംഗമായിരുന്നു, MLA അംഗമായിരുന്നു, MP അംഗമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്ന് അതല്ല സ്ഥിതി. LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLA-യും പിന്നെ 2 നോമിനികളും മാത്രമാണ്, LDFന്റെ നോമിനികളും മാത്രമാണ്. ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതിൽ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ജിഡയിൽ അവതരിപ്പിക്കാനോ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുപ്പിക്കാനോ നമുക്ക് കഴിയാതെ വന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും താമസിച്ചത്. നമ്മൾ മുളവുകാട് റോഡ് അപ്പൊ അത് അതായത് ഇവിടുന്ന് നമ്മളുടെ ഇപ്പൊ മുളവുകാട് പഞ്ചായത്ത് LDF അല്ലാത്ത ഒരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ ഒഴിവാക്കുകയാണ്. നമ്മൾ മാത്രമല്ല, അതായത് LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLA-യും എന്തിന് MPയെ പോലും ജിഡ കൗൺസിലിൽ അംഗമല്ല. അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ ജിഡയിൽ ചെന്ന് പറയുന്ന അതേ ലാഘവത്തോടുകൂടി മാത്രമേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാലും അവർ കണക്കാക്കുകയുള്ളൂ. തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ജിഡ കൗൺസിലാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ജിഡ കൗൺസിലിൽ MLA-യും അതുപോലെ 2 LDFന്റെ നോമിനികളുമാണ് ഉള്ളത്. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അതിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നേരിട്ട് പറയുകയും തീരുമാനങ്ങൾ അടിയന്തരമായിട്ട് എടുപ്പിക്കാനും കഴിയുമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം UDF ആണ് മുളവുകാട് ഭരിച്ചിരുന്നത്. ഇപ്പോഴും രണ്ടാമതും UDF തന്നെയാണ്. അതിനു മുമ്പുള്ള LDF പഞ്ചായത്ത് സമിതി കാലഘട്ടത്തിൽ ജിഡ പണിത 2ാം ഘട്ട റോഡ് മുഴുവൻ ഒരു മഴയിൽ തന്നെ ഒലിച്ചുപോയി. അതിന്റെ ആ ക്വാളിറ്റി കുറവ് കൊണ്ട് ഒലിച്ചുപോയി. പക്ഷെ സാധാരണ ജനങ്ങളോട് നമുക്കത് പറയാൻ കഴിയില്ലല്ലോ. ഭരിക്കുന്നത് UDF ആയതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അത് LDF പണിതതാണ്, അപ്പൊ അതുകൊണ്ട് ജിഡയിൽ നിന്ന്. പക്ഷെ അത് ജിഡ പണം മുടക്കി പണിതുകൊണ്ട് വീണ്ടും ജിഡ അതിനുവേണ്ടി പണം മുടക്കില്ല. അതുകൊണ്ട് PS അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി 1,86,00,000 രൂപ ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ MP-യുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും എടുത്തുകൊണ്ടാണ് തണ്ടാശ്ശേരി മുതൽ നമ്മുടെ പട്ടാള ക്യാമ്പ് വരെയുള്ള ഭാഗം
അതായത് രണ്ടാം ഘട്ട റോഡ് പുതുക്കി പണിയാനായിട്ട് നമുക്ക് ജിഡയുടെ ഫണ്ട് കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് സ്വരൂപിച്ച ഫണ്ടാണ്. ജിഡയുടെ ഫണ്ട് കിട്ടാത്തത് എന്താന്ന് വെച്ചാൽ ജിഡ ഫണ്ട് കൊണ്ട് LDF-ന്റെ പഞ്ചായത്ത് ഭരണസമിതി ഉള്ളപ്പോ റോഡ് പണിതിരുന്നു. ആ റോഡ് ഫണ്ട് ഓൾറെഡി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് ഒലിച്ചു പോയപ്പോൾ അത് പണിയാൻ നിർബന്ധിതരായത് പിന്നീട് വന്ന UDF ഭരണസമിതിയാണ്. മൂന്നാം ഘട്ടം ജിഡയുടെ ഫണ്ട് കൊണ്ട് തന്നെ അതും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ അതും പൂർത്തീകരിക്കാനായിട്ട് VS അക്ബറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. സാർ ഓക്കെ, അത് മനസ്സിലായി. ഇനി അടുത്തൊരു സംശയമല്ല, അടുത്തത് നമ്മുടെ മുളകുകാടുകാരുടെ അല്ലെങ്കിൽ വൈപ്പിനിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം യാത്രാ ദുരിതം. നമുക്ക് ഈ ഗോശ്രീ പാലത്തേക്ക് കിട്ടുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പാലം കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള ചെറിയൊരു കട്ടർ. പക്ഷെ അത് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ആ കട്ടർ സഹിച്ച് ബ്ലോക്കിൽ കിടന്ന് സിഗ്നൽ വന്ന് പോലീസുകാർ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ അത് സ്മൂത്തായി, ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തീരുകയും ചെയ്തു. എന്താണ് ആ ഒരു ഗോശ്രീ പാലം അല്ലെങ്കിൽ ആ ഒരു യാത്രാ ദുരിതം പറ്റം വരെ ചെറായി വരെയുള്ള ആൾക്കാരെ ബാധിച്ചിരുന്ന ആ യാത്രാ ദുരിതം എന്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല? വൈപ്പിൻ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 20 വർഷം പിന്നിലാണ്. 20 വർഷം പിന്നിലാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മള് ഇത് വലിയൊരു 6 വരിയുള്ള അല്ലെങ്കിൽ 4 വരിയുള്ള ഒരു വലിയ പാലമായിട്ടാണ് ബഹുമാനപ്പെട്ട പരേതനായ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തീരുമാനിച്ചിരുന്നത്. അത് പിന്നീട് കുടിയൊഴിപ്പിക്കലിന്റെയും മറ്റുമൊക്കെ സാങ്കേതികത്വങ്ങളിൽ പറഞ്ഞ് അത് 2 വരിയായിട്ട് ചുരുങ്ങി. 2 വരിയായിട്ട് ചുരുങ്ങി 2004 പാലം വന്നു. അതിനുശേഷം ദുബായ് പോർട്ട് വേൾഡ് ഇവിടെ വന്നു, അതുപോലെ ഗ്രാൻഡ് ഹയാത്ത് വന്നു. അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ വന്നു. അതുപോലെ ഏഷ്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് വൈപ്പിൻ. അപ്പൊ അവരെല്ലാവരും വൈപ്പിനെ ഇതല്ല നിൽക്കുന്നത്, എല്ലാവരും എറണാകുളത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് അവരുടെ ദൈനംദിന ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് തക്ക രീതിയിൽ ഈ പാലത്തെ നമ്മളൊരു 4 വരിയാക്കാനായിട്ട് സംസ്ഥാന ഗവൺമെന്റ് 1 രൂപ പോലും മാറ്റിവെച്ചില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. 20 വർഷം ഭരിച്ച LDF-ന്റെ MLA-മാര് 1 രൂപ പോലും അവര് സംസ്ഥാന ബജറ്റിൽ അവർ മാറ്റിവെച്ചില്ല. അത് മാത്രമല്ല, ഈ റോഡുകൾ നമുക്കറിയാം, നമുക്ക് പേടിയാണ് ആ റോഡുകളിലൂടെ പോകുമ്പോൾ. വൈപ്പിൻ മുനമ്പം റോഡുകളിലൂടെ പോകുമ്പോൾ നമ്മൾ ഏതാണ്ട് കോൺവോയ് ആയിട്ടാണ് പോകുന്നത്. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടാതെ തീരദേശ റോഡുകളുണ്ട്, മറ്റു തീരദേശ റോഡുകൾ. അപ്പൊ ഈ റോഡിനെ നമ്മൾ അവർക്ക് അർഹമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അതിനൊരു 4 വരിയാക്കാനുള്ള ഒരു പദ്ധതി പോലും, ഒരു മെയിൻ ഒരു പ്രൊജക്ട്, ഒരു മേജർ പ്രൊജക്ട് പോലും കൊണ്ടുവരാനായിട്ട് MLA വലിയൊരു ഇതുപോലും ഇല്ലല്ലോ, ഒരു ബസ് സ്റ്റേഷൻ പോലും ഇല്ലല്ലോ. വൈപ്പിൻ ബസ്സുകൾ ഏതാണ്ട് അനാഥപ്രേതങ്ങളെ പോലെ ഹൈക്കോടതിയുടെ സൈഡിലാണ് കിടക്കുന്നത്. അത് തന്നെ നിയമവിരുദ്ധമല്ലേ അവിടെ ബസ്സുകൾ ഇടുന്നത്? ബസ്സുകൾ ആളുകൾ കയറുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കയ്യിൽ ഫണ്ടുണ്ട്. ആ ഫണ്ട് കൊണ്ട് ആകെ ഈ പാലങ്ങൾ മാത്രമേ മേജറായിട്ട് പണിതിട്ടുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് വൈപ്പിനിൽ നിന്ന് വരുന്ന ബസ്സുകൾക്കും മറ്റു ബസ്സുകൾക്കും ഉള്ള ഒരു വലിയൊരു വൈറ്റിലെ ഹബ്ബ് പോലെ ഒരു ഹബ്ബ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകണം. അപ്പൊ വൈപ്പിനിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് അവിടെ ഇത് ചെയ്യാം, മറ്റു ബസ്സുകൾക്കും ഇത് ചെയ്യാം. അപ്പൊ ആളുകൾക്ക് എല്ലാ ഭാഗങ്ങളിലേക്കുള്ള ഒരു കണക്ടിവിറ്റി കിട്ടും. അത് മാത്രമല്ല, നമ്മള് എല്ലാ ബസ്സുകളെയും പട്ടണത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായ തോതിലായിട്ടില്ല. അതാണ് ഇത്രയും അധികം രൂക്ഷമാകാനുള്ള കാരണം. പാലങ്ങളെ നമ്മൾ 4 വരിയാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല. അതുപോലെ അതിനനുസരിച്ചുള്ള ബസ് സ്റ്റേഷനുകളും മറ്റും നമ്മൾ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ യാത്രയുടെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് വളരെ ഇമ്പോർട്ടന്റ് ഉള്ളത് ഒരു ടൂറിസം എന്ന് പറയുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തീർച്ചയായിട്ടും തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഫോട്ടോ വെച്ചേക്ക് അത് എനിക്ക് തോന്നുന്നു ഏകദേശം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, അങ്ങനെ പല സപ്പോർട്ട് ഉണ്ടായിട്ടും അത് ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ആക്ച്വലി. തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്ലാൻ ഫണ്ട് കൊണ്ട് പോകുന്നതാണ് ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ 8 പഞ്ചായത്തുകളുണ്ട്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ റോള് ചെയ്യാൻ കഴിയുന്നത് ഒരു MLA-ക്കാണ്. ഇപ്പോ നമ്മളുടെ
ഹൈബീഡൻ ചെയ്തതുപോലെ അവിടെ ക്യൂൻസ് വേ പോലെ ഒരു നമ്മളുടെ ഇവിടെ മുതൽ ബോൾഗാട്ടി ജംഗ്ഷൻ മുതൽ നമ്മുടെ ടോൾ പ്ലാസ വരെയുള്ള സ്ഥലത്ത് ഒരു ക്യൂൻസ് വേ മാതൃകയിൽ ചെറിയൊരു പരിപാടികൾ നമുക്ക് ചെയ്യാം. അതുപോലെ പോലീസ് സ്റ്റേഷന് ഞാൻ മുളകുകാടിനെ പറ്റിയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷന് വടക്കുള്ളത് ഒരു വലിയൊരു ലേക്കായിട്ട് നമുക്ക് വികസിപ്പിക്കാനായിട്ട് കഴിയും. ചെറിയ പെഡൽ ബോട്ടുകളും കാര്യങ്ങളും. അപ്പോൾ ഒരുപാട് പേർക്ക് അവിടെ തൊഴിലും ലഭിക്കും. ഈ മുളകുകാടിനെ നമുക്കൊരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ കഴിയും. അതുപോലെ നിലവിലുള്ളത് തന്നെ ഇപ്പൊ ചെറായി ബീച്ചാണെങ്കിലും അതുപോലെ പുതുവൈപ്പ് ബീച്ചാണെങ്കിലും പുഴുപ്പുള്ളി ബീച്ചാണെങ്കിലും സൗകര്യങ്ങളൊന്നുമില്ല. ലൈറ്റുകളുടെ അഭാവമുണ്ട്. അതുപോലെ ആളുകൾക്ക് വാഷ്റൂമുകളുടെ അഭാവമുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു MLA ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ ഭാഗത്തെ മുഴുവൻ ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ ഒരു MLAക്ക് കഴിയും. വലിയ വമ്പൻ പ്രൊജക്ടുകൾ കൊണ്ടുവന്ന് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു MLA ആയിരിക്കണം ഇനി നമുക്ക് വരേണ്ടത്. UDF ജയിക്കും ഇപ്രാവശ്യം? തീർച്ചയായിട്ടും ജയിക്കും. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടോണി ചമ്മണിയാണ്. ചമ്മണി എന്തുകൊണ്ട് ജയിക്കണം? ടോണി ജയിക്കും എന്ന് പറഞ്ഞാല് ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. ഒരു 5 വർഷം ഇവിടെ നമ്മുടെ മേയറായിരുന്നു, കൊച്ചിൻ കോർപ്പറേഷന്റെ മേയറായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് മറ്റേ മെട്രോ പദ്ധതിയൊക്കെ വന്നത്. അപ്പൊ നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മണ്ഡലത്തെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ ഈ വൈപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഈ വിളിപ്പാടകല് കോർപ്പറേഷൻ അല്ലെ എറണാകുളം പട്ടണത്തിന് വിളിപ്പാടകല് കിടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് മുഴുവൻ. കുടിവെള്ളമാണെങ്കിലും യാത്രാക്ലേശമാണെങ്കിലും ജനങ്ങളുടെ ജീവിത നെൽകൃഷിയാണെങ്കിലും ഒക്കെ അടിസ്ഥാന സൗകര്യം. അപ്പൊ ഒരു നല്ലൊരു കാഴ്ചപ്പാടുള്ള വികസന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പിച്ച് പറയാം, ടോണി ചമ്മണി ഇത്തവണ ജയിക്കും, വൈപ്പിൻ മാറും എന്ന് ഞാൻ 100% ഉറപ്പിച്ച് തന്നെ ഞാൻ പറയും. ഭരണവിരുദ്ധ വികാരമുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താണ് ഭരണവിരുദ്ധ വികാരമുണ്ട്? അതില് എനിക്ക് പറയാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഞാൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം PSC നിയമനങ്ങൾ നമുക്കറിയാലോ. 1ാം പേരുകാർക്ക് പോലും നമുക്ക് PSC നിയമനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം ഇതാണ്. അതുപോലെ നമ്മൾ നോക്കുന്നത് ഒന്നിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്താണ് നോക്കുന്നത്. ഇപ്പൊ ജയിൽ പുള്ളികൾക്ക് കാശ് കൂട്ടി എന്ന് പറയുമ്പോ കാശ് കൂട്ടാത്ത ഒരു വിഭാഗം പുറത്തുണ്ട്. അപ്പൊ അത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. കുടുംബശ്രീ ആശാ വർക്കർമാര് അങ്ങനെയുള്ളവരുണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യം തന്നെ എടുത്താൽ മതി. ഒരു ഹഡ്കോ പൈപ്പ് ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. അതും പൂർണ്ണ തോതിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളത്തിന് ഇപ്പോഴും വേനലാവുമ്പോ ടാങ്കറുകളെ ആണ് വൈപ്പിൻ മേഖലകളിലുള്ള അമ്മമാര് സ്വീകരിക്കുന്നത്. അതായത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിലവില് 30 വർഷത്തോളം പഴക്കമുള്ള പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു പദ്ധതി വരുന്നതിന് മുമ്പായിട്ട് അത് ചെയ്യണം. ഒരു ഹഡ്കോ പൈപ്പ്. അതുപോലെ കടമ്പ്രയാർ എന്നുള്ള ഒരു പദ്ധതിയുണ്ട്. കടമ്പ്രയാർ തീരത്ത് ഒരു വലിയൊരു വെള്ളം ശുദ്ധീകരണശാല സ്ഥാപിച്ചുകൊണ്ട് അതിനെ പട്ടണത്തിലൂടെ കൊണ്ടുവന്ന് ഇവിടെ ഓവർഹെഡ് ടാങ്കുകൾ പണിത് വൈപ്പിൻ പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നു. ആ പദ്ധതികളൊന്നും ആയിട്ടില്ല. അപ്പൊ ഇനിയുള്ള കാലത്ത് ഈ നിലവിലുള്ള വെള്ളം, അതായത് പട്ടണത്തിലെ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന വെള്ളം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വൈപ്പിൻ ഭാഗത്തേക്ക് മുളകുകാട് മറ്റ് ഈ 8 പഞ്ചായത്തുകളിലേക്കും വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും വെള്ളത്തിന്റെ ക്ഷാമവും അതുപോലെ കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ 20 വർഷത്തിൽ ഒരു പരിഹാരം കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ്, അതായത് എടവനക്കാട് കുഴുപ്പുള്ളി പ്രദേശങ്ങളിലുള്ള വേലിയേറ്റത്തെ തടുക്കാൻ ചെല്ലാനം മോഡലിലുള്ള ടെട്രോപാഡുകൾ, അതിന്റെ പദ്ധതികളൊന്നും ആയിട്ടില്ല. ഒരു 100 മീറ്റർ പോലും ടെട്രോപാഡുകൾ ഇടാനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വമ്പൻ പദ്ധതി കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ അത് പൂർണ്ണമാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ പൊക്കാളി നെൽകൃഷി, ഏറ്റവും കൂടുതൽ പൊക്കാളി പാടങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് വൈപ്പിൻ ഭാഗങ്ങൾ. അതൊന്നും നമുക്ക് നല്ല രീതിയിൽ ഉപ്പുവെള്ളക്കെടുതി മൂലം കഴിയാൻ കഴിയുന്നില്ല. അതുപോലെ സ്ലൂയിസുകൾ സ്ഥാപിക്കുക. വലിയ എമൗണ്ടുകൾ വരുന്നത് കൊണ്ട് ഇതെല്ലാം പഞ്ചായത്തുകൾ പിന്നോക്കം പോകും. വലിയ എമൗണ്ടുകൾ വരുന്ന പദ്ധതികളാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം MLAക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്ലൂയിസുകൾ, ഉപ്പുവെള്ളക്കെടുതിയിൽ നിന്നുള്ള പരിഹാരവും, അതുപോലെ വല്ലാർപാടം പനമ്പാട് പ്രദേശത്തുള്ള ഉപ്പുവെള്ളക്കെടുതിയിൽ നിന്ന് റിംഗ് ബണ്ട് റോഡ് പറഞ്ഞു. റിംഗ് ബണ്ട് റോഡിന്റെ പദ്ധതികളൊന്നും ആയിട്ടില്ല. അതിന് ഫണ്ട് മാറ്റിവെക്കുന്നതല്ലാതെ അതിന്റെ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാനായിട്ട് ഈ 20 വർഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല. ഈ വൈപ്പിൻ മണ്ഡലത്തിലുള്ള ജനങ്ങളോട് പറയാനുള്ളത്?
തീർച്ചയായിട്ടും അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സംസ്ഥാന ഗവൺമെന്റ് എന്തായാലും UDF നേടും. ആ UDFന്റെ സംസ്ഥാന ഗവൺമെന്റിൽ നമ്മുടെ ശ്രീ ടോണി ചെമ്മണി ഉണ്ടാണ്. അതിനുവേണ്ടി ശ്രീ ടോണി ചെമ്മണിക്ക് നമ്മൾ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ ഈ 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു വൈപ്പിനിലെ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു.